2026 ആരാണ് യഥാർത്ഥ ശക്തൻ? ഇസ്രായേലോ അതോ ഇറാനോ? രണ്ട് സൈനിക ഭീമന്മാർ. ഇറാൻ സംഖ്യാപരമായി 6 ലക്ഷത്തിലധികം സജീവ സൈനികർ, വൻതോതിലുള്ള കരുതൽ ശേഖരവും അർദ്ധസൈനിക വിഭാഗങ്ങളും പിന്തുണയ്ക്കുന്നു. എന്നാൽ ഇസ്രായേൽ ചെറുതാണ്, ഏകദേശം 1.5 ലക്ഷം സജീവ സൈനികർ. പക്ഷേ 1/2 ദശലക്ഷം റിസർവിസ്റ്റുകളെ വേഗത്തിൽ അണിനിരത്താൻ കഴിയും. ഇസ്രായേൽ ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കുന്നു. 600-ലധികം വിമാനങ്ങൾ, നൂതന യുദ്ധവിമാനങ്ങൾ, നിരീക്ഷണ വിമാനങ്ങൾ, കൃത്യതയുള്ള സ്ട്രൈക്ക് സംവിധാനങ്ങൾ. എന്നാൽ ഇറാന്റെ കയ്യിൽ വിമാനങ്ങൾ കുറച്ചേ ഉള്ളൂ, നിരവധി പഴയ മോഡലുകൾ. പക്ഷേ ഡ്രോണുകളിലും ദീർഘദൂര മിസൈലുകളിലും അവർ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇറാന് 2000 ടാങ്കുകളും ആയിരക്കണക്കിന് കവചിത വാഹനങ്ങളും ഉണ്ട്. ഇസ്രായേൽ മൊബിലിറ്റിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവർക്ക് ടാങ്കുകൾ കുറവാണ്, എന്നാൽ വിപുലമായ ടാർഗറ്റിംഗ് സംവിധാനങ്ങളുണ്ട്. 25 അന്തർവാഹിനികളും ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകളും കൂട്ടത്തോടെയുള്ള തന്ത്രങ്ങളും ഉപയോഗിച്ച് ഇറാൻ ഇടുങ്ങിയ ജലാശയങ്ങൾ നിയന്ത്രിക്കുന്നു. എന്നാൽ ഇസ്രായേലിന്റെ കയ്യിൽ 12 അന്തർവാഹിനികളേ ഉള്ളൂ. പക്ഷേ അവർ ശക്തമായ ഒരു തന്ത്രപരമായ പ്രതിരോധം തീർക്കുന്നു. 2026 ആഗോള ഫയർ പവർ റാങ്കിങ്ങിൽ ഇസ്രായേൽ 15-ാം സ്ഥാനത്തും ഇറാൻ 16-ാം സ്ഥാനത്തുമാണ്. കടലാസിൽ ഏതാണ്ട് തുല്യം. അപ്പോൾ ശക്തി സംഖ്യകളെക്കുറിച്ചാണോ അതോ സാങ്കേതിക വിദ്യയും വേഗതയും കുറിച്ചാണോ? നിങ്ങൾ ചിന്തിക്കൂ, ആരാണ് കൂടുതൽ ശക്തൻ?